നമസ്കാരം. നമസ്കാരം. പിന്നെ നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് ചേക്കുണ്ണി. പിന്നെ ഇത് നിങ്ങൾ നടക്കുന്ന കൃഷിയാണോ? ഇത് എൻ്റെ കൃഷിയാണ്. ഞാൻ പാട്ടത്തിന് എടുത്തെങ്ങാണ്ട് ചെയ്യാണ്. എൻ്റെ സ്ഥലം വണ്ടൂർ വാണിയമ്പലം മലപ്പുറം ജില്ലയിലാണ്. ഇതിപ്പോ കൃഷി കൂടാതെ വേറെ എന്തെങ്കിലും ഇവിടെ കൃഷികൾ എന്തെങ്കിലും ഉണ്ടോ? ചെണ്ടുമല്ലി ഉണ്ട്, പിന്നെ അപ്പുറത്ത് സൂര്യകാന്തി. എന്താ ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ട്? എന്താ വില കിട്ടുന്നുണ്ടോ? കൊല്ലം വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ പ്രയാസം. ചെണ്ടുമല്ലിക്ക് ഇപ്പൊ എത്ര കിട്ടുന്ന കിലോനൂടെ? ഇതിന് ഇവിടെ 25 കിട്ടും. നാട്ടിലിപ്പോ ഇതിനെക്കാട്ടി വില ഉണ്ടാവുമല്ലോ? 75, 68 വില ഉണ്ട്. പിന്നെ ഇവിടെ പിന്നെ ലേബർ ചാർജും കുറവുണ്ട്. കറണ്ട് പിന്നെ സബ്സിഡി ഉണ്ട്. ഇതിപ്പോ നിങ്ങളെ ഒരു 5-6 വർഷമായി നടത്തുന്നല്ലോ പറഞ്ഞു. അതെ അതെ. ലാഭം ഇല്ലെങ്കിലും കുഴപ്പമില്ലാതെ പോകും. ലാഭം തന്നെയാണ്. ലേബർ ചാർജ് കുറവുകൊണ്ട് തട്ടിമുട്ടി പോകും. പിന്നെ വേറെ എന്തെങ്കിലും ഇതിലേക്ക് നോക്കുന്നുണ്ടോ? ഇവിടെ വാഴക്കൃഷി അങ്ങനെയൊന്നുമില്ല. ഈ പൂക്കൃഷി തന്നെയാണ് ഇതിപ്പോ ഓണം മാത്രം പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പൊ ഉണ്ടാക്കുന്നത്. അതെ അതെ. അപ്പൊ ഈ കാലം കഴിഞ്ഞാൽ ഈ സമയം കഴിഞ്ഞാൽ പിന്നത്തെ വരുമാനം തമിഴ്നാട്ടിക്ക് പിന്നെ എല്ലാ കാലത്തും പൂവിന് ആവശ്യമാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കേരളത്തിൽ മാത്രമേ ഈ പിന്നെ ഓണ സീസണിന് മാത്രം ഇവിടെ ഇതുള്ളൂ. മറ്റേ ഗുരുവായൂർ അമ്പലത്തേക്ക് അവിടെ കല്യാണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പൂവിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ തിരക്കില്ലാത്ത സീസണാണ് ഇപ്പൊ സീസണാണ്. ഇപ്പൊ സീസൺ. അപ്പൊ ഓണത്തിന് അവിടെ നല്ല അപ്പോൾ സൂര്യകാന്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞു, അടുത്ത ഭാഗം ഇത് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തുള്ള കൃഷി വിളവെടുപ്പ് കഴിഞ്ഞു. ഇത് വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി അത് ഉണങ്ങിയിട്ട് അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. വിളവെടുപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ അതിന് അടുത്ത ബാച്ച് ആവും. അങ്ങനെ 15 ഏക്കറിലാണ് ഇപ്പോൾ ഇവിടെ. 15 ഏക്കർ. അപ്പൊ നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ഈ വില്ല ഇതൊക്കെ താൽക്കാലിക വാടക? ഇവിടെ എത്ര ജോലിക്കാരുണ്ടാവും? ഇവിടെ പിന്നെ 10-20 ആളുണ്ട്. 20 ആളുണ്ട് അല്ലേ? അവിടെയൊക്കെ ജോലിക്കാരുണ്ട്. അപ്പുറത്തൊക്കെ. ശരി, ആയിക്കോട്ടെ. കണ്ടിൽ പരിചയപ്പെട്ടതിന് വളരെ സന്തോഷം. ഓക്കെ. താങ്ക് യു.